Hi all, welcome to my class. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് വിത്ത് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 ആയിട്ടുള്ള കൾച്ചർ ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആണ്. ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 ആയിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചാനലിൽ ഇടുന്ന വീഡിയോസ് പല വീഡിയോസും പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്ലാസ് വിത്ത് സോഷ്യൽ സയൻസ് എന്നുള്ള പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിലെ വീഡിയോസ് എല്ലാം അവിടെ കാണാൻ പറ്റും കേട്ടോ. ഓൾറെഡി ഈ ചാപ്റ്റർ ഫസ്റ്റ് പാർട്ടിൽ എടുത്ത് നിർത്തിയതാണ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൾച്ചർ ഈസ് കസ്റ്റമറി എന്ന് പറഞ്ഞ ഭാഗം തൊട്ടാണ് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് തെയ്യത്തെ പറ്റിയാണ് കേട്ടോ. എന്താണ് തെയ്യം എന്ന് നമുക്ക് നോക്കാം. തെയ്യം ഈസ് എ കസ്റ്റമറി ആർട്ട് ഫോം ഫ്രം നോർത്തേൺ കേരള. ഇറ്റ് ഇൻവോൾവ്സ് ഡൈവേഴ്സ് റിച്വൽസ്. ദ ഫസ്റ്റ് ritual in Theyyam is Adayalam Kodukal, which involved scheduling the date for Theyyam and preparing the artist to don the costume. The artist performing Theyyam observes Vridham for 1 to 7 days. Theyyam is performed at Kav and other places once a year. The Theyyam that exist in modern times are village sites that proclaim that continuity of custom and cultural vibrancy. സോ എന്താണ് തെയ്യം എന്ന് പറയുന്നത്? തെയ്യം എന്ന് പറയുന്നത് ഒരു റിച്വൽസിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ആർട്ടാണ്, കൾച്ചറൽ ആർട്ടാണ്. കൂടുതലായിട്ടും കേരളത്തിൻ്റെ നോർത്തേൺ പാർട്ട്, കണ്ണൂർ, കോഴിക്കോട് ആ ഭാഗങ്ങളിലൊക്കെയാണ് ഇത് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ തെയ്യം പെർഫോം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ഒരു 7 ദിവസത്തെ വ്രതം എടുക്കും. വ്രതം എടുത്തതിന് ശേഷമാണ് ഈ തെയ്യം കിട്ടുന്നത്. അപ്പോൾ അത് നടക്കുന്നത് മെയിനായിട്ട് കാവുകളിലൊക്കെ വെച്ചിട്ടായിരിക്കും, ഓർ അങ്ങനെ ഏരിയയിലാണ് വെച്ച് നടക്കുക. അതൊരു റിലീജിയസിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒന്നാണ് കേട്ടോ. സോ അപ്പോൾ അവിടെ കുറച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. യു ഹാവ് റീഡ് അബൌട്ട് ദ കസ്റ്റംസ് റിലേറ്റഡ് ടു ദ പെർഫോമൻസ് ഓഫ് തെയ്യം. തെയ്യത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദേ, എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണായിട്ട് പറയാം ഒബ്സേർവിങ് വ്രതം. അതായത് തെയ്യം ചെയ്യുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്? 7 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പെർഫോമൻസ് അറ്റ് കാവുകളിൽ നടത്തി വരുന്നത്. തേർഡ് ആനുവൽ പെർഫോമൻസ്, ഇത് വർഷത്തിൽ ഒരിക്കലാണ് ഈ ഒരു ഇത് നടക്കുക. പിന്നെ ഫോർത്ത് വൺ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവറൽ റിച്വലിസ്റ്റിക് ആർട്സ് ലൈക്ക് തെയ്യം ഷോക്കേഴ്സ് ദ റിച്വൽ കൾച്ചറൽ ട്രഡീഷൻ ഓഫ് കേരള. സിമിലർലി ദർ ആർ മെനി ട്രഡീഷണൽ കസ്റ്റംസ് ഇൻ അവർ സൊസൈറ്റി. ദേ ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആൻസിസ്റ്റേഴ്സ് ടു ന്യൂ ജനറേഷൻ. ഇതേപോലെ നമ്മുടെ സൊസൈറ്റിയിൽ പല ആർട്ട് ഫോംസ് അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെയുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ പഴമക്കാരിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കണ്ടക്ട് ആൻ interview online or offline with a traditional artist to learn more about customary arts like തെയ്യം. പ്രിപ്പയർ ആൻ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനെയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ആർട്ടിസ്റ്റിനോട് ചോദിക്കാനാണ്. വെറും ക്വസ്റ്റ്യൻസ് അല്ല, തെയ്യത്തെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തെയ്യത്തെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാം? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. വാട്ട് ഈസ് ദ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് തെയ്യം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്തത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തെയ്യം? തേർഡ് ചോദിക്കാം വാട്ട് ചലഞ്ചസ് ഡു ട്രഡീഷണൽ തെയ്യം ആർട്ടിസ്റ്റ് ഫേസ് ടുഡേ? അപ്പോൾ എന്തൊക്കെയാണ്? അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വുഡ് യു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഫോർ എ തെയ്യം പെർഫോമൻസ്? അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് തെയ്യം, എങ്ങനെയാണ് തെയ്യം ഉണ്ടായത് എന്നെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓർ ക്യാരക്ടേഴ്സ് ഓഫ് തെയ്യം? തെയ്യത്തിലെ പല ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? വാട്ട് ചേഞ്ചസ് ടു ട്രഡീഷണൽ തെയ്യം ആർട്ടിസ്റ്റ് ഫേസ് ടുഡേ? ഇന്ന് എന്തൊക്കെ ചലഞ്ചസ് ആണ് അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ നമ്മൾ തെയ്യത്തിൻ്റെ പ്രോസസ്സ് ഒന്ന്, അതായത് ഡ്രസ്സ് കാര്യങ്ങൾ, അതൊക്കെ പെർഫോമൻസ്, ഇതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുമോ എന്നാണ് പറയുന്നത്. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കൺസെപ്റ്റ് മാപ്പ് ഫില്ലാക്കാനാണ് കേട്ടോ. സോ അവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഏതിലാണ് വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ പറയാൻ പോണത് കസ്റ്റമറിയാണ്, ശ്രദ്ധിക്കുക. കസ്റ്റമറിയുടെ നേരെ വരുന്നത് കസ്റ്റംസ് ഓഫ് പടയണിയാണ് കേട്ടോ. സെക്കൻഡ് വൺ
ഞാൻ പറയുന്നത് ലേൺ ആണ്. ലേണിൻ്റെ ഇവിടെ വരുന്നത് എന്താണ്? ഇവൻറ്റ് മാനേജ്മെൻറ്റ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. തേർഡ് വൺ സിംബോളിക്. സിംബോളിക്കിൻ്റെ അവിടെ എന്താ പറയുക? വൈറ്റ് സിഗ്നിഫൈങ് പീസ് പറയാം. ഫോർത്ത് വൺ ഷെയ്ഡ്. ഷെയ്ഡിൽ ഏതാ വരുന്നത്? ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഹാവിങ് ഓണം ഫീസ്റ്റ് ടുഗദർ. പിന്നെ അതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഡൈനാമിക് കൂടിയാണ് പറയാനുള്ളത്. അതിൽ അത്തപ്പൂക്കളമാണ് വരിക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്തത് കൾച്ചറൽ ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. Haven't you noticed that culture is dynamic? Every society has culture. എല്ലാ സൊസൈറ്റിക്കും അവരുടേതായിട്ടുള്ള കൾച്ചറുണ്ട്. കൾച്ചർ ഈസ് ദ ഗൈഡ് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ഫ്രം ടൈം ടു ടൈം എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ അണ്ടർഗോ ചേഞ്ചസ്. സമയത്തിനനുസരിച്ച് കൾച്ചറിൻ്റെ എലമെൻറ്റ്സിൽ വ്യത്യാസം വരും. ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ അവർ ഡയറ്റ്, ക്ലോത്തിങ്, ഫാമിലി റിലേഷൻഷിപ്പ് ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആർ എക്സാമ്പിൾ ഓഫ് ദിസ്. അതായത് നമ്മുടെ കാര്യത്തിൽ വരുന്ന ഡയറ്റിൽ, ഭക്ഷണ രീതികളിൽ മാറ്റം വരും, നമ്മളെ വസ്ത്രധാരണയിൽ മാറ്റം വരും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാറ്റം വരും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊക്കെ കംപ്ലീറ്റ്ലി പണ്ടുള്ളതിനേക്കാൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് അല്ലേ. സോ കൾച്ചറൽ ചേഞ്ചസ് മീൻസ് ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ എലമെൻറ്റ്സ് ഓഫ് കൾച്ചർ അക്രോസ് ടൈം. അടുത്തത് കൾച്ചറൽ ചേഞ്ചസ് മെയിൻലി ഒക്കേഴ്സ് വെൻ വൺ കൾച്ചർ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് അതർ കൾച്ചർ. എപ്പോഴാണ് നമ്മുടെ കൾച്ചറിൽ ചേഞ്ച് ആവുന്നത്? നമ്മൾ വേറൊരു കൾച്ചർ നമ്മുടെയിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു കൾച്ചർ നമ്മുടെ കൾച്ചറായിട്ട് മീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൾച്ചറിൽ ചേഞ്ച് വരുന്നത്. സോ നമുക്ക് ആ ചേഞ്ചസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് 3 വേസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വേസ് ആയിട്ട് വരുന്നത് കൾച്ചറൽ ഡിഫ്യൂഷനാണ്. അപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൾച്ചറൽ ഡിഫ്യൂഷൻ പഠിക്കാം. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിലെ മെനു ആണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണുള്ളത്? മീൽസ്, നാൻ, പുട്ട്, ചിക്കൻ കറി, ചപ്പാത്തി, അൽഫാം, ദോശ, മന്തി, അപ്പം, സൂപ്പ്, പിന്നെ നമുക്ക് എന്ത് പറയാം, മസാല പൂരി, ചിക്കൻ തന്തൂരി, പനീർ ബട്ടർ മസാല, എഗ് നൂഡിൽസ്, വെജിറ്റബിൾ സാൻഡ്വിച്ച്, ഇതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എ മെനു ഓഫ് വേരിയസ് ഫുഡ് ഐറ്റംസ് ഈസ് ഗിവൺ ഇൻ ദ പിക്ചർ. ആ പിക്ചറിൽ പല ഫുഡ് ഐറ്റംസിൻ്റെ മെനു ആണ് കൊടുത്തിട്ടുള്ളത്. വിച്ച് ഓഫ് ദീസ് ആർ നോൺ കേരള ഡിഷസ്? ഇതിലേതൊക്കെയാണ് നോൺ കേരള ഡിഷായിട്ട് വരുന്നത്? നമുക്ക് പറയാം ചിക്കൻ അൽഫാം, മന്തി, സൂപ്പ്, അതേപോലെ ചിക്കൻ തന്തൂരി, പനീർ ബട്ടർ മസാല, പൂരി മസാല, എഗ് നൂഡിൽസ്, വെജിറ്റബിൾ സാൻഡ്വിച്ച്. ഇതൊന്നും നമ്മുടെ കേരളത്തിൻ്റെ ഉള്ളതല്ല അല്ലേ, പക്ഷെ ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിളും ആണ്. ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് അലോങ് വിത്ത് കേരളാസ് ട്രഡീഷണൽ ക്യൂസിൻ ഡിഷസ് ഫ്രം അതർ റീജിയൻസ് ടു ആർ മിക്സ്ഡ് വിത്ത് അവർ ഫുഡ് കൾച്ചർ. അപ്പോൾ നമ്മുടെ ഫുഡ് കൾച്ചറായിട്ട് പല ഫുഡുകളും മിക്സ് ആയി എന്നാണ് പറയുന്നത്. കൾച്ചറൽ ഡിഫ്യൂഷൻ റെഫേഴ്സ് ടു ദ സ്പ്രെഡ് ഓഫ് യുണീക്ക് ആസ്പെക്ട്സ് ഓഫ് വൺ കൾച്ചർ ഇൻ ടു അനദർ. അപ്പോൾ കൾച്ചർ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൾച്ചറിൻ്റെ കൂടെ വേറൊരു കൾച്ചർ മിക്സ് ചെയ്യുന്നത്. ദിസ് ഹാപ്പൻസ് വെൻ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് പല കൾച്ചറും ഒരുമിക്കുമ്പോൾ. ദിസ് ഡിഫ്യൂഷൻ ക്യാൻ ഹാപ്പൻ ഫ്രം വൺ കൾച്ചർ ടു അനദർ ആൻഡ് വൈസ് വേഴ്സ. ആസ് ദ നമ്പർ ഓഫ് ഗസ്റ്റ് വർക്കേഴ്സ് ഇൻ കേരള ഇൻക്രീസ്ഡ് ദെയർ ഫുഡ് ഐറ്റംസ് ആൾസോ ബിക്കം വൈഡ്ലി അവൈലബിൾ ഹിയർ. അതായത് നമ്മുടെ ഗസ്റ്റ് വർക്കേഴ്സ് എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫുഡ് ഐറ്റംസിലും എന്ത് സംഭവിക്കുകയാണ്? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഫുഡ് ഐറ്റംസും പ്രിപ്പയർ പല റെസ്റ്റോറൻറ്റ്സിലും അവൈലബിൾ ആണ് അല്ലേ. എക്സാമ്പിൾസ് ആ പാനി പൂരി, പനീർ ടിക്ക ആൻഡ് ഡാൽ മക്കാനി. സിമിലർ ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ് ഇൻ ക്ലോത്തിങ്, ലാംഗ്വേജ് ആൻഡ് ഫെസ്റ്റിവൽ ടു. നമ്മളും നമ്മുടേതായിട്ടുള്ള സെലിബ്രേഷൻ അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളുടെ സെലിബ്രേഷൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. കൾച്ചറൽ ഡിഫ്യൂഷൻ ഒക്കേഴ്സ് വെൻ ഡിഫറെൻറ്റ് കൾച്ചർ ഇൻട്രാക്ട് ഇൻ എ ഫ്രണ്ട്ലി മാനർ. സോ നമ്മളോട് അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് അതർ എക്സാമ്പിൾസ് ഓഫ് കൾച്ചർ ഡിഫ്യൂഷൻ. കൾച്ചറൽ ഡിഫ്യൂഷൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇപ്പോൾ ഇതിൽ കുറച്ച് പറഞ്ഞു നമ്മളിപ്പോൾ ഈ ഫുഡ്. അപ്പോൾ നമുക്ക് അടുത്തത് പറയാം. സ്പ്രെഡ് ഓഫ് പിസ്സ ഫ്രം ഇറ്റലി ടു റെസ്റ്റ് ഓഫ് ദി വേൾഡ്. ഈ പിസ്സ എന്ന് പറയുന്നത് ഇറ്റലിയിലാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്, പക്ഷേ ഇന്ന് വേൾഡിൽ എല്ലാ സ്ഥലത്തും ഈ പിസ്സ കിട്ടുന്നുണ്ട്. അടുത്ത എക്സാമ്പിളായിട്ട് പറയാം യോഗ ഫ്രം ഇന്ത്യ ടു ദി വേൾഡ്. മെയിനായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്തിരുന്നത് ഇന്ത്യക്കാരായിരുന്നു, പക്ഷേ ഇന്ന് വേൾഡിലുള്ള മിക്കവരും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തേർഡ് പോയിന്റ് സുഷി ഫ്രം ജാപ്പനീസ്. സുഷി എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഡിഷാണ്. അത് നമുക്ക് പല സ്ഥലത്തു നിന്ന് അവൈലബിൾ ആണ്, നമുക്കും അവൈലബിൾ ആണ്, അത് കഴിക്കുന്നവരുണ്ട് അല്ലേ. ഫോർത്ത് വൺ ടീ ഡ്രിങ്കിങ് ഇൻ ബ്രിട്ടൻ. ആക്ച്വലി ടീ ഡ്രിങ്കിങ് ചൈനക്കാരാണ് കൊണ്ടുവന്നിരുന്നത്, പക്ഷേ ബ്രിട്ടീഷുകാർ ഈ സ്പൈസസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് കൂട്ടത്തിൽ നമ്മൾ ടീ ലീഫും കളക്ട് ചെയ്ത് പിന്നെ ടീ അവരുടെ ഒരു ഭാഗമായി എന്നാണ് പറയുന്നത്. അടുത്തത് അക്വൾട്ടറേഷൻ എന്താണെന്ന് നോക്കാം. അക്വൾട്ടറേഷൻ എന്താണെന്ന് നോക്കാം.
സോ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് റിതി സെലിബ്രേറ്റഡ് ഓണം വിത്ത് അസ് ആഫ്റ്റർ സെലിബ്രേറ്റിംഗ് ടീച്ച് ഇൻ ഹെർ വില്ലേജ്. അവൾ ഇപ്പോൾ റിതി നമ്മൾ ചാപ്റ്റർ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞില്ലേ റിതിയുടെ സ്റ്റോറി, അവൾ അവളുടെ ടീച്ച് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ കൂടെ വന്നിട്ട് നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നു. അലോങ് വിത്ത് ലേണിംഗ് ഹെർ ഓൺ കൾച്ചർ റിതി ഈസ് ആൾസോ ലേണിംഗ് അബൌട്ട് ദ കൾച്ചർ ഓഫ് അനദർ പ്ലേസ്. അപ്പോൾ അവൾ എന്ത് ചെയ്യണം, അവളുടെ കൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം അവൾ വന്ന് നിൽക്കുന്ന നമ്മുടെ സ്ഥലത്തെ കൾച്ചറും കൂടി അവൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. ലേണിംഗ് അനദർ കൾച്ചർ ലൈക്ക് ദിസ് ഈസ് എക്കൾച്ചറേഷൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ എക്കൾച്ചറേഷൻ, അതായത് സ്വന്തം കൾച്ചറും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ബട്ട് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു കൾച്ചറും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പാർഷ്യൽ ചേഞ്ചസ് ടു വൺസ് ഓൺ കൾച്ചർ ഹാപ്പൻസ് ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് അനദർ കൾച്ചർ. അറ്റ് ദി സെയിം ടൈം മെനി ഓഫ് ദി ഒറിജിനൽ എലമെൻറ്റ്സ് ആർ സസ്റ്റെയിൻഡ്. ഹാവ് യു ഹാഡ് സച്ച് എ സിമിലർ എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? നിങ്ങൾ നിങ്ങളുടെ കൾച്ചർ വിട്ട് വേറൊരു സ്ഥലത്താണോ താമസിക്കുന്നത്? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഓഫ് അക്കൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ്റെ വേറെ എക്സാമ്പിൾ ഏതൊക്കെ നമുക്ക് പറയാം? ഇന്ത്യൻ ഇമിഗ്രൻസ് ഇൻ ദ USA. USA പഠിക്കാൻ വേണ്ടി പല സ്റ്റുഡൻസും പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് അവിടെ പോകുമ്പോൾ അവരുടെ കൾച്ചർ യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഉള്ളപ്പോൾ ഇവരുടെ കൾച്ചറാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കേരള ഗൾഫ് ഡയസ്പോറ. ഡയസ്പോറയുടെ സ്പെല്ലിംഗ് DIASPORA കേട്ടോ. അപ്പോൾ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പല തൊഴിലാളികളായിട്ട് പലരും പോകുന്നുണ്ട് ജോലി അന്വേഷിച്ചിട്ട് അല്ലേ. അവിടെ എത്തുമ്പോൾ അവർ അവരുടെ കൾച്ചറും അവരുടെ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ജാപ്പനീസ് ഫുഡ് ഇൻ വെസ്റ്റേൺ കൺട്രീസ്. വെസ്റ്റേൺ കൺട്രീസിലുള്ള ജാപ്പനീസ് ഫുഡ് ഇപ്പോൾ ജാപ്പനീസ് ഫുഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ അവൈലബിൾ ആണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കൾച്ചറൽ അസിമിലേഷൻ ആണ്. സോ അവിടെ ഒരു റൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കാം. Vinu and family migrated from Kerala to Australia 5 years ago. After 4 years of permanent residence there, they got Australian citizenship. അപ്പോൾ വിനുവും ഫാമിലിയും 5 വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ്. 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് അവരുടെ സിറ്റിസൺഷിപ്പ് കിട്ടി ഓസ്ട്രേലിയയുടെ. ഇൻ ദ ബിഗിനിങ് ദേ സ്ട്രഗിൾ ടു അക്കോമഡേറ്റ് ടു ദ ക്ലൈമറ്റ്, ലാംഗ്വേജ്, സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ഓഫ് ദാറ്റ് പ്ലേസ്. അപ്പോൾ ആദ്യകാലത്ത് അവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് പിടിക്കാനും അതേപോലെ ലാംഗ്വേജും സോഷ്യൽ പ്രാക്ടീസും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം പുതിയ ഒന്നാണ് അല്ലേ. ഗ്രാജുവലി ദേ അക്കോമഡേറ്റഡ് ടു ഓസ്ട്രേലിയൻ കൾച്ചറൽ പ്രാക്ടീസസ്. പക്ഷേ പിന്നീട് അവരെന്ത് ചെയ്തു, അവരുടെ രീതിക്ക് അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി, അതെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. യു ഹാവ് റീഡ് അബൌട്ട് വിനൂസ് എക്സ്പീരിയൻസസ് ഓഫ് മൂവിങ് ഫ്രം കേരള ടു ഓസ്ട്രേലിയ ഫോർ വർക്ക്. വാട്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ലോക്കൽ കൾച്ചർ ഡിഡ് വിനു ആൻഡ് ഫാമിലി ഹാവ് ടു അക്സെപ്റ്റ്. അപ്പോൾ വിനു ഫാമിലിയും എന്തെല്ലാമാണ് അവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നത്? ഫസ്റ്റ് വൺ ലാംഗ്വേജ് പറയാം, സെക്കൻഡ് വൺ ഫുഡ് ഹാബിറ്റ്സ് പറയാം, തേർഡ് സോഷ്യൽ കസ്റ്റംസ് പറയാം, പിന്നെ ക്ലൈമറ്റ് പറയാം, ഡെയിലി റൊട്ടീൻ പറയാം. ഇതിലേത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം കേട്ടോ. ടു ലീവ് ഇൻ ഓസ്ട്രേലിയ വിനു ഹാഡ് ടു ലേൺ ലോക്കൽ ലാംഗ്വേജ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് അതർ കൾച്ചറൽ പ്രാക്ടീസസ്. ഇൻ ദിസ് വേ വിനു ഹൂ ഈസ് എ കേരളൈറ്റ് വാസ് ഫോഴ്സ്ഡ് ടു ചേഞ്ച് to the culture of Australia. In this manner, one way of living and culture are assimilated into a dominant culture and way of living. Cultural assimilation happens when one culture subordinates another culture in this way. അപ്പോൾ അവളുടെ ഓൾഡ് കൾച്ചർ എല്ലാം അവൻ മറന്നു പോയില്ലേ. സോ അതാണ് കൾച്ചറൽ അസിമിലേഷൻ പറയുന്നത്. ത്രൂ ദിസ് ദ യുണീക് ഫീച്ചേഴ്സ് ഓഫ് വൺ കൾച്ചർ ആർ ഗ്രാജുവലി ലോസ്റ്റ് ആൻഡ് ദ അതർ വേ ഓഫ് കൾച്ചർ റീപ്ലേസ് ഇറ്റ്. അപ്പോൾ അക്കൾച്ചറേഷൻ ആൻഡ് കൾച്ചറൽ അസിമിലേഷൻ ആർ കൾച്ചറൽ ചേഞ്ചസ് that occur when different cultures comes into contact, but they differ in how individual accommodate to dominant culture. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ രണ്ട് തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ അവിടെ രണ്ട് റൈറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് റിതിയുടെയും ഒന്ന് വിനുവിൻ്റെയും ആണ്. നമുക്ക് വായിച്ചു നോക്കാം. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് കേട്ടോ. Ridhi's family live in Kerala and accommodate to the dominant culture of Kerala while maintaining their own cultural practices. അപ്പോൾ റിധി എന്താ ചെയ്യുന്നത്? അവൾ അവളുടെ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അറ്റ് ദി സെയിം ടൈം അവൾ അവിടെ നിൽക്കുന്ന കേരളത്തിൻ്റെ കൾച്ചറും കൊണ്ടുവരുന്നുണ്ട്. അക്കൾച്ചറേഷൻ occurs when individuals or group accommodate to the dominant culture while maintaining their own culture. അപ്പോൾ അത് മനസ്സിലായല്ലോ, അതായത് സ്വന്തം കൾച്ചർ അവിടെ മറക്കുന്നില്ല, ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ കൾച്ചർ ഫോളോ ചെയ്യുന്നു. അടുത്ത വിനുവിൻ്റെ കേസ് നോക്കാം. വിനു ആൻഡ് family changed from their own culture and fully assimilated the dominant culture of Australia. Cultural assimilation happens when individuals or groups are completely absorbed in the dominant culture. ഇവൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഓസ്ട്രേലിയക്ക് പോയപ്പോൾ ഒറിജിനൽ കൾച്ചർ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു അല്ലേ. അപ്പോൾ അവൻ ഫുള്ള് ഫോളോ ചെയ്യുന്നത് അവൻ്റെ ഫാമിലി ഫോളോ ചെയ്യുന്നത് ഓസ്ട്രേലിയൻ കൾച്ചറാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്കൾച്ചറേഷനും
പിന്നെ അതുപോലെ കൾച്ചറൽ അസിമിലേഷനും. എന്നിട്ട് അത് ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യാൻ. പിന്നെ അവിടെ എന്താ പറയുന്നത്? Acculturation, cultural assimilation and cultural diffusion happens due to the influence of internal factors within a society. However, external factors also cause cultural changes. Cultural innovation and environmental changes are external factors that cause cultural changes. അപ്പോൾ ഇൻറ്റേർണൽ ചേഞ്ചസും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റ്റേണൽ ചേഞ്ചസും എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ കൾച്ചറിനെ. അടുത്ത കൾച്ചറൽ ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ ചേഞ്ചിനെ പറ്റിയിട്ട് ആ ഒരു പിക്ചർ നമുക്ക് അനലൈസ് ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റൗസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ വുഡൻ സ്റ്റൗസ് ആയിരുന്നു, പിന്നെ വുഡ് സ്റ്റവ്, പിന്നെ കെറോസിൻ സ്റ്റവ് ആയി, പിന്നെ കെറോസിൻ സ്റ്റവ് പ്രഷറായി, പിന്നെ ഗ്യാസ് സ്റ്റവ് വന്നു, ഇൻഡക്ഷൻ സ്റ്റവ് വന്നു, ലാസ്റ്റ് ഓവൻ വന്നു അല്ലേ. അപ്പോൾ അവിടെ ഒരു ചേഞ്ചസ് ആണ് കൊടുക്കുന്നത്. പിക്ചേഴ്സ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് കുക്കിംഗ് സ്റ്റൗസ് ആർ ഗിവൺ. സ്റ്റൗസിൻ്റെ വേരിയസ് ടൈപ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ദ ഡിസൈൻ ഓഫ് സ്റ്റൗസ് ആൻഡ് കുക്കിംഗ് മെത്തേഡ്സ് ഹാവ് ചേഞ്ചസ്ഡ്. അപ്പോൾ എന്താണ് ടെക്നോളജീസിൻ്റെ ബേസിസിൽ സ്റ്റവും അതുപോലെ കുക്കിംഗ് മെത്തേഡ്സും എല്ലാം മാറിയെന്നാണ് പറയുന്നത്. ദിസ് ഇൻഫ്ലുവൻസ് അവർ ഫുഡ് കൾച്ചർ സിഗ്നിഫിക്കൻ്റ്ലി. ഡെവലപ്മെൻറ്റ്സ് ഇൻ ടെക്നോളജി ലീഡ് ടു കൾച്ചറൽ ഇന്നോവേഷൻ. പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി അല്ലേ. പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഈ പുതിയ തലമുറ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഹാവിൻ യു നോട്ടീസ് ഹൗ ഓൺലൈൻ സിസ്റ്റം ആർ യൂസ്ഡ് മോർ ടു പർച്ചേസ് ഫുഡ് ടുഡേ? നമ്മൾ ഓൺലൈൻ പർച്ചേസിംഗ് എല്ലാം നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫുഡ് മേടിക്കുന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഓർഡർ ചെയ്താൽ മതി. പണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കണം. അപ്പോൾ പല ചേഞ്ചസും നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് ഹൗ ടെക്നോളജി പ്രോഗ്രസ് ഹാസ് ഡ്രിവൺ കൾച്ചർ ഇന്നോവേഷൻ, കൾച്ചറൽ പിക്ചേഴ്സ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. അപ്പോൾ എങ്ങനെയാണ് ടെക്നോളജിയുടെ ഇതുള്ളിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് ഞാൻ പറയാം. പിക്ചേഴ്സ് കാര്യങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ്? ഫസ്റ്റ് വൺ വന്നിട്ട് ഇൻവെൻഷൻ ഓഫ് സ്മാർട്ട് ഫോൺസ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സ്മാർട്ട് ഫോൺ ഇന്ന് എല്ലാവരുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലും നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഉണ്ട്. അല്ല പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് പറയാം ഓൺലൈൻ ലേണിംഗ് ആൻഡ് വിർച്വൽ ക്ലാസ് റൂംസ് ചേഞ്ചിങ് എഡ്യൂക്കേഷൻ. പല കുട്ടികൾക്കും ഇന്ന് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് പഠിക്കാനുള്ള സന്ദർഭങ്ങളുണ്ട്. പണ്ടൊക്കെ നമ്മളൊരു ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പോയിട്ട് അറ്റൻഡ് ചെയ്യാനേ വേണ്ടി വരും. പിന്നെ നമുക്ക് തേർഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ചേഞ്ചിങ് ഷോപ്പിംഗ് ഹാബിറ്റ്സ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ടൊക്കെ റെഡി ക്യാഷാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അടുത്ത എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് ആൻഡ് കൾച്ചറൽ ചേഞ്ചസ് ആണ്. ഫസ്റ്റ് വണ്ണിൽ കൊടുത്തിട്ടുള്ളത് ലാൻഡ് സ്ലൈഡ് ആണ്. സെക്കൻഡ് ഡ്രോട്ട് വരൾച്ച, ആദ്യത്തെ മണ്ണിടിച്ചിൽ കേട്ടോ. മൂന്നാമത്തെ ഫ്ലഡ് ആണല്ലേ കൊടുത്തിട്ടുള്ളത്. So landslide, drought, flood, floods and rising sea levels often create situation that force people to leave their native place and move elsewhere. അപ്പോൾ ഈ വക അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഏരിയയിലുള്ളവർ എന്ത് ചെയ്യും? നമ്മൾ മാറ്റി പാർപ്പിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം സ്ഥലമാണ് നഷ്ടപ്പെടുന്നത് അല്ലേ. ദിസ് ചേഞ്ചസ് ദയർ ഡെയിലി ലീവ്സ്. ദസ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ലൈക്ക് നാച്ചുറൽ ഡിസാസ്റ്റർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ബ്രിങ് അബൌട്ട് സിഗ്നിഫിക്കൻറ്റ് കൾച്ചറൽ ചേഞ്ചസ്. അപ്പോൾ അതർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതർ ചേഞ്ചസ്? കൾച്ചറൽ ചേഞ്ചസിൽ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞത്? ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് കൾച്ചറൽ ഡിഫ്യൂഷൻ, അക്കൾച്ചറേഷൻ, കൾച്ചറൽ അസിമിലേഷൻ. എക്സ്റ്റേണൽ ഫാക്ടറായിട്ടുള്ള കൾച്ചറൽ ഇന്നോവേഷനും എൻവയോൺമെൻറ്റൽ ചേഞ്ചസും ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിൽ കുറച്ച് എന്ത് കൊടുത്തിട്ടുണ്ട്? അറേഞ്ച് ദ ഗിവൺ ന്യൂസ് ഹെഡ്ലൈൻ റിലേറ്റഡ് ടു കൾച്ചറൽ ചേഞ്ചസ് ഇൻ ദ ടേബിൾ. അപ്പോൾ അവിടെ ഒരു ന്യൂസ് ഹെഡ്ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുള്ളതിന് അതിന് നമ്പേഴ്സ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓരോ ഹെഡ്ലൈൻസിനും ഓരോ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് 1 to 5. അപ്പോൾ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുള്ളതിന് ആ നമ്പർ ഏതാണ് സ്യൂട്ട് ആവുന്ന ആ നമ്പർ അതിൻ്റെ നേരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് ഗവൺമെൻറ് ടു ബിൽഡ് ടൗൺഷിപ്പ് ഫോർ ദോസ് ഹൂ ലോസ്റ്റ് ദെയർ ഹോം ഇൻ നാച്ചുറൽ കലാമിറ്റീസ്. ഇതുപോലെ ഫ്ലഡ് അതുപോലെ മണ്ണിടിച്ചിലൊക്കെ വന്നിട്ട് വീടും സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? സ്ഥലം കൊടുക്കുന്ന ഒരു പദ്ധതി എന്ത് ചെയ്യുക?
വീട് പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അല്ലേ. സെക്കൻഡ് ആണ് പറയുന്നത് ഗവൺമെന്റ് സ്കീംസ് ഫോർ കിച്ചൺ റെനോവേഷൻ ഫോർ ഓൾ BPL ഫാമിലീസ്. BPL ഫാമിലീസിലുള്ളവർക്ക് അടുക്കള പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് പല സ്കീംസും വന്നിട്ടുണ്ട്. അടുത്തത് മലയാളീസ് ആൾസോ സെലിബ്രേറ്റ് ഹോളി ബൈ സ്പ്ലാഷിംഗ് കളേഴ്സ്. മലയാളീസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അല്ലാത്ത ഹോളി ആയിട്ടുള്ള ആഘോഷം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് മലയാളീസ് അക്വയറിംഗ് ഫോറിൻ സിറ്റിസൺഷിപ്പ്. മലയാളീസിന് ഫോറിൻ സിറ്റിസൺഷിപ്പ് ഇപ്പോൾ കിട്ടുന്നത് കൂടിയിട്ടുണ്ട് അല്ലേ. അടുത്ത ഗസ്റ്റ് വർക്കേഴ്സ് സെലിബ്രേറ്റിംഗ് ബോത്ത് ഹോളി ആൻഡ് ഓണം. ഗസ്റ്റ് വർക്കേഴ്സ് എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഹോളിയും അതേപോലെ തന്നെ ഓണവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ നമ്പറും ഏതിനാ വരിക എന്ന് നേരെ എഴുതുക കേട്ടോ. കൾച്ചറൽ ഡിഫ്യൂഷൻ ഏതാണ് വരിക, കൾച്ചറൽ ഡിഫ്യൂഷന് നമ്പർ 3 ആണ് വരിക. അപ്പോൾ എന്താണെന്ന് 3 എന്ന് ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ അക്കൾച്ചറേഷൻ എന്താണ് വരിക, 4 ആണ് വരിക. കൾച്ചറൽ അസിമിലേഷന് 5 ആണ് വരിക. 5 എന്താണെന്ന് വായിച്ചു നോക്കാം കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണ്. അടുത്തത് എൻവയോൺമെൻറ്റൽ ചേഞ്ചസിന് 1 ആണ് വരിക. കൾച്ചറൽ ഇന്നോവേഷൻ ഏതാണ് വരിക, 2. ഞാൻ എന്താ പറയാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി കൾച്ചറൽ ഇന്നോവേഷൻ ആണ്. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഫിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.